അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ഈ റിവൈവൽ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ, നല്ല കർത്താവിനെ ഇന്ന് രാത്രിയിൽ നദിയോടെ സ്തുതിപ്പാൻ വലിയവനായ ദൈവം ഈ രാത്രിയിൽ നമുക്ക് അനുവദിച്ചു തന്ന നല്ല കൃപയോർത്ത് ഞാൻ കർത്താവിന് നദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിലൊക്കെയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇടയാക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ കുറ്റപ്പുഴ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ റിവൈവൽ മീറ്റിങ്ങിൻ്റെ രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ വളരെ താല്പര്യത്തോടെ എന്നെ ക്ഷണിച്ച ഈ സഭയുടെ ശുശ്രൂഷകനായി നിലവിൽ സേവനം ചെയ്യുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റിജോമോൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ സഭയുടെ മറ്റിതര മേഖലകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഭാരവാഹികൾ, ഈ സഭയോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ, ആമേൻ. അങ്ങനെ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യം അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ആലപ്പുഴ സെക്ഷന്, EP സെക്ഷന് നേതൃത്വം കൊടുക്കുന്ന ഏറെ ആദരണീയനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ TA ജോൺ അവറുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ കാണുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ പരിചിതമായ ഒരുപാട് മുഖങ്ങൾ, ആരും നമുക്ക് അന്യരല്ല, എല്ലാവരെയും നമുക്കറിയാവുന്നവരാണ്, എല്ലായ്പ്പോഴും ബന്ധപ്പെടുന്നവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന ആമേൻ സ്തോത്രം അനുഗ്രഹിത ദൈവദാസന്മാരുടെ ഇവിടെ ആമേൻ സ്തോത്ര സഭയുടെ ആത്മീക ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ദൈവകുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ പാസ്റ്റർ ജോൺ വിൽപ്പവറുകൾ, അതുപോലെ തന്നെ ഈ സ്റ്റേജിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PC കുഞ്ഞുമോൻ അവറുകൾ, അതുപോലെ ഈ സഭയുടെ എൽഡർ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി കർത്താവിനൊരു നല്ല മഹത്വം കൊടുത്തട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിനെ ആരാധിക്കണമല്ലോ, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രിയിൽ നാം വെച്ചിരിക്കുന്ന ഒരു സിംഹാസനത്തിലും രാജകീയ പ്രൗഢിയോടെ നമ്മുടെ കർത്താവ് വന്നിരിക്കത്തില്ല. ഇന്ന് രാത്രി നാം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ തിരുവചനം പറയുന്നത് അവൻ നമ്മുടെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരാധനയെ തൻ്റെ സിംഹാസനമാക്കി മാറ്റുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം. നാം ആത്മാർത്ഥമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ആരാധനയെയും സ്തുതിയെയും പുകഴ്ചയെയും തൻ്റെ രാജകീയ സിംഹാസനമായി മാറ്റുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, സ്തോത്രം. നമ്മുടെ റിവൈവൽ മീറ്റിംഗ് രാത്രിയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. സ്തോത്രം. ഇതൊരു റിവൈവൽ മീറ്റിംഗ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളുടെ ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു സന്തോഷവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വീട്ടിൽ എന്തോ പ്രശ്നം കഴിഞ്ഞ് ഇവിടെ വന്ന് സമാധാനം കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ എന്നോടെന്തോ പ്രയാസമുള്ള പോലെ ആരുടെയും മുഖത്തൊരു സന്തോഷമില്ല. ഇന്നലെ നമ്മൾ റിവൈവൽ മീറ്റിംഗ് കഴിഞ്ഞവരാണെങ്കിൽ ഇന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ കാണണം ആ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം കൂടി വരുമ്പോൾ ആത്മീക സന്തോഷം, ആത്മീക ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആത്മീക ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ, ആത്മസന്തോഷം നമ്മുടെ അകത്തുണ്ടെങ്കിലേ ആമേൻ സ്തോത്രം നമ്മുടെ ആരാധനയൊക്കെ അനുഗ്രഹമാകത്തുള്ളൂ, നമ്മുടെ കൂട്ടായ്മയൊക്കെ അനുഗ്രഹമാകത്തുള്ളൂ, നമ്മുടെ സഭകളൊക്കെ അനുഗ്രഹമാകത്തുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഭയിൽ വരാൻ താല്പര്യം തോന്നത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ യൗവനക്കാർക്ക് സഭയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം തോന്നുന്നത് നമ്മുടെ അകത്തുള്ള ആത്മീക സന്തോഷം അത് പുറത്തു വരുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ നാം റിവൈവൽ മീറ്റിങ്ങിൽ സംബന്ധിച്ചവരായതുകൊണ്ട് ഇന്ന് വളരെ സന്തോഷമായിട്ടിരിക്കണം. ആമേൻ സ്തോത്രം. പരസ്പരം മുഖമൊക്കെ ഒന്ന് കാണണം. ആമേൻ സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒന്ന് ചിരിക്കണം, ഒരു കൈയൊക്കെ കൊടുക്കണം. കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെ ഒന്ന് തലോടണം. യൗവനക്കാരെ കാണുമ്പോൾ അവരെ അനുഗ്രഹിക്കണം. മുതിർന്നവരൊക്കെ ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ തല കൈവച്ചൊക്കെ അനുഗ്രഹിക്കണം. ആമേൻ സ്തോത്രം. പരസ്പരം വിശ്വാസത്തിൽ നിൽക്കുന്നവർ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്തൊരു
ദൈവത്തിന് സ്തോത്രമൊക്കെ പറയണം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ നാം ആത്മീക നിലയിലൊക്കെ വളർന്നു വരുമ്പോഴാണ് സഭ അനുഗ്രഹിക്കപ്പെടുന്നത്, സഭ അനുഗ്രഹമായി തീരുന്നത്. കുറ്റപ്പുഴ സഭയിൽ ഞാൻ ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ ഈ വെളിയിൽ ഒരാഴ്ചത്തോളം ഉണ്ണിച്ചാൻ അന്ന് അതിൻ്റെ നേതൃത്വം കൊടുത്തയാളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ നാളുകളിലെ ആത്മീക അന്തരീക്ഷം വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണിച്ചാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ നാളുകളിൽ ഇവിടെ വലിയ മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ, പുറത്ത് മീറ്റിങ്ങൊക്കെ നടന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ, കൺവെൻഷനുകളൊക്കെ നടന്നത് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. അതിനുശേഷം വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കുറ്റപ്പുഴ സഭയിൽ ശുശ്രൂഷിപ്പാൻ വരുന്നത്. പക്ഷേ വളരെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. മനോഹരമായ ലൈറ്റുകൾ, എനിക്ക് തോന്നുന്നു 2 ടണ്ണിൻ്റെ 3 4 AC, അങ്ങനെ എല്ലാ നിലയിലും ഉറങ്ങാനുള്ള എല്ലാ സൗകര്യവും നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് സുഖമായിട്ട് ആരും ഉറങ്ങാമെന്ന് കരുതരുത്. എല്ലാവരും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ച് വചനം കേട്ട് ബലപ്പെട്ട് ദൈവം ചെയ്ത നന്മകൾക്കൊക്കെ നന്ദി പറഞ്ഞ് കർത്താവ് നടത്തിയ വഴികൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്നതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രി നമുക്ക് കർത്താവിനെ ആരാധിക്കണം. സന്തോഷത്തോടെ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഫ്രീ ആയിട്ട് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം. ഞാൻ വളരെ ശാന്തമായിട്ട് ചില മിനിറ്റുകൾ ദൈവജനം ശുശ്രൂഷിക്കാൻ, കാരണം ദൈവത്തിൻ്റെ കൃപയാൽ ദിവസങ്ങളിലെല്ലാം വിവിധ ഇടങ്ങളിൽ എൻ്റെ കർത്താവ് നിർത്തുവാൻ ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രിയിൽ കൂടി ദൈവം എനിക്കൊരു ഭാഗ്യം തന്നതിനായി കർത്താവിനെ ഞാൻ വാഴ്ത്തുകയാണ്. അതുകൊണ്ട് സമയം ഇനി ഒട്ടും ഞാൻ കളയുന്നില്ല. വളരെ വേഗത്തിൽ ദൈവജന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി ശബ്ദമുയർത്തി വായിക്കണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത് വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. കർത്താവിന്റെ മഹത്വം. അടുത്തത്, എന്നാൽ ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ പ്രകാശിക്കണം. ഈ രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവ് ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ മേൽ പ്രകാശിക്കണം? അതുകൊണ്ട് ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയുടെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ആമേൻ സ്തോത്രം. വിശുദ്ധ ദിവസത്തിന്റെ പ്രാരംഭ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയാണ് കർത്താവേ. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കാൻ ഞങ്ങളുടെ കർത്താവിനെ ആമേൻ സഭയായി ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയൊരുക്കി തന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സ്വർഗം ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ രാത്രി ഞങ്ങൾ കേട്ട ദൈവിക വാക്യത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ആ വചനം ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരുവാൻ, അത് സഭയ്ക്കൊരു ഉണർവായി തീരുവാൻ, ഒരു നവീകരണം വരുത്തുവാൻ ഇന്ന് രാത്രി സ്വർഗം ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രകാശമായി ജ്വലിച്ച പലരും കർത്താവ് ഈ നാളുകളിൽ ഇരുളനായി തീർന്നപ്പോൾ ആമേൻ കർത്താവെ, സത്യം പ്രകാശമായിരിക്കുന്ന അവിടുന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഇരുളുകളിൽ വെളിച്ചമായി പ്രകാശിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ആത്മീയ അന്ധതകളെ ഇന്ന് രാത്രിയിൽ കർത്താവ് സൗഖ്യമാക്കണമേ. ദിവ്യ പ്രകാശത്തിന്റെ തണലിൽ ദൈവം ഞങ്ങളെ നിർത്തണമേ. 40 സംവത്സരം തന്റെ ജനത്തിന്റെ നടുവിൽ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി ഇറങ്ങിയവൻ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞവൻ ഇന്ന് രാത്രിയിൽ കർത്താവ് ആത്മീക അന്ധകാരത്തിന് നടുവിൽ ആമേൻ കർത്താവ് ഒരു വെളിച്ചമായി ഈ രാത്രിയിൽ ഉള്ള ദൈവകൃപയോർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഈ റിവൈവൽ മീറ്റിങ്ങിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങളുടെ സെക്ഷന്റെ കീഴിൽ നടക്കുന്ന എല്ലാ ആത്മീക ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവേ അവൻ ഈ ഹോളിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ മഴ പെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഗ്നി ജ്വാലയ്ക്കൊത്ത നാവുള്ളവൻ ഇന്ന് രാത്രിയിൽ തീ പോലെ ഞങ്ങളുടെ മേൽ ഇറങ്ങി ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ ആത്മീക സന്തോഷം
വിശ്വാസത്തോടെ ഒരാത്മാ പകർച്ചയോടെ കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരാജയങ്ങളിൽ, ഞങ്ങളുടെ വീഴ്ചകളിൽ സ്വർഗം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. എവിടൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടോ, എവിടൊക്കെ ഞങ്ങൾ വീണുപോയോ, എവിടൊക്കെ ഞങ്ങൾ ഉറങ്ങിപ്പോയോ, ആ മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ഒരു ശക്തമായ ഉണർവിന് വേണ്ടി സഭ കാത്തിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി കർത്താവേ അതിന് തുടക്കമായി മാറുവാൻ സ്വർഗമിടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരുവാനുള്ള അങ്ങയുടെ ജനത്തെ കർത്താവെ തക്ക സമയത്ത് കൂട്ടിവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് ഇന്ന് രാത്രി വചനം ശുശ്രൂഷിപ്പാൻ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണമേ. കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ആമേൻ ജീവിതങ്ങൾക്ക് വിടുതലായി സഭയ്ക്ക് അനുഗ്രഹമായി മാറുവാൻ സ്വർഗമിടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുകയാ. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അഖരമുയർത്തിയ ദൈവത്തിന് ഒരിക്കൽ കൂടി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊക്കെ കർത്താവിനെ സ്തുതിക്കണം. അല്ലാത്തവർ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ മേലാലും മൗനമായിട്ടിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ വായിച്ചു കേട്ട വേദഭാഗം വളരെ പരിചിതമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ആമേൻ, അതിൻ്റെ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഈ രാത്രിയിലെ ചിന്തയ്ക്കാധാരമായ ഒരു വേദശകലം നാം വായിച്ചത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിന്റെ ഒന്നാം മിഷനറി യാത്രയോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ അനുഗ്രഹത്തെ, പൗലോസിന്റെ ശുശ്രൂഷയാൽ, പൗലോസിന്റെ പ്രസംഗത്താൽ സ്ഥാപിതമായിരിക്കുന്ന സഭയാണ് എഫെസോസിലുള്ള സഭ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എഫെസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസം ആമേൻ രാജ്യം മുഴുവനും ദേശം മുഴുവനും പ്രസിദ്ധമായിരിക്കുന്നു. പൗലോസ് പറയുക, നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാണ്, നിങ്ങളുടെ ആരാധന പ്രസിദ്ധമാണ്, നിങ്ങളുടെ ശുശ്രൂഷ പ്രസിദ്ധമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. പൗലോസ് പറയുന്നത്, എഫെസോസിലെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്യധികം സന്തോഷമുണ്ടായിരുന്നു. അവൻ വിഗ്രഹ ആരാധനയുണ്ടായിരുന്ന എഫെസോസിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ വീണ്ടും വരവിനെ കുറിച്ചും രക്ഷയെക്കുറിച്ചും മനസ്സന്തരത്തെക്കുറിച്ചും പൗലോസ് പ്രസംഗിച്ച് പൗലോസിന്റെ ശുശ്രൂഷയാൽ സ്നാനപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ പ്രാപിച്ച വിശ്വാസം ഓർക്കുമ്പോൾ, നിങ്ങൾ പ്രാപിച്ച ദൈവകൃപ ഓർക്കുമ്പോൾ, നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ ഓർക്കുമ്പോൾ, ആമേൻ, നിങ്ങളുടെ ആമേൻ പ്രത്യാശയെ കുറിച്ച് കേൾക്കുമ്പോൾ, അത് ആമേൻ ദേശം മുഴുവനും പ്രസിദ്ധമാണ്, അത് യെരൂശലേമിൽ പ്രസിദ്ധമാണ്, അത് കൊരിന്തിൽ പ്രസിദ്ധമാണ്. അവൻ അതുകൊണ്ട് എഫെസോസിനെ നോക്കി പൗലോസ് പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾ പ്രസിദ്ധരാണ്, നിങ്ങൾ കർത്താവിനാൽ അറിയപ്പെടുന്നവരാണ്, നിങ്ങൾ ആത്മീക കൃപാവരത്തിന് കുറവുള്ളവരല്ല, നിങ്ങൾ എല്ലാ നിലയിലും പ്രാഗൽഭ്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവൻ സ്തോത്രം പൗലോസ് തന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതേ സഭയെ നോക്കി പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ആമേൻ സ്തോത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് കൊള്ളുക. ദൈവത്തിന് മഹത്വം. എന്തെന്നാൽ അങ്ങനെ നീ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ യേശു ക്രിസ്തു സാക്ഷാൽ വെളിച്ചമായവൻ നിന്റെ മേൽ പ്രകാശിക്കുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അങ്ങനെ ശ്ലാഘനീയമായി അനുഗ്രഹിക്കപ്പെട്ട എഫെസോസ് സഭയെക്കുറിച്ച് എല്ലാ നല്ല അഭിപ്രായങ്ങളും 1-2 അധ്യായങ്ങളിൽ പൗലോസ് എഴുതി അവൻ സഭയെ ആത്മീയ നിലയിൽ എത്തിക്കുമ്പോൾ 5-ാം അധ്യായം വന്നപ്പോൾ പൗലോസ് എഴുത്തിന്റെ ശൈലി മാറ്റി, ഭാഷയുടെ ശൈലി മാറ്റി, ശുശ്രൂഷയുടെ ശൈലി മാറ്റി. പൗലോസ് പറയുകയാണ്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ഇന്ന് രാത്രി നീ എഴുന്നേറ്റ് കൊള്ളണം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എഫെസോസിലെ സഭയെ നോക്കി പൗലോസ് പറയുകയാ, ആമേൻ, മരിച്ചവരുടെ ഇടയിൽ നീ ഉറങ്ങിക്കിടക്കരുത്, നീ എഴുന്നേറ്റേ മതിയാകൂ എന്ന് പറഞ്ഞാൽ എഫെസോസിലെ സഭ ഇപ്പോൾ എങ്ങനെയാ? ആമേൻ സ്തോത്രം, അവർ മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുന്നവരാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ സഭയെ നോക്കി പൗലോസ് മരിച്ചവരെന്നല്ല പറയുന്നത്, സഭ മരിച്ചുപോയെന്നല്ല പറയുന്നത്. ആമേൻ സ്തോത്ര, സഭയ്ക്കൊരു മടങ്ങി വരവില്ലെന്നല്ല പറഞ്ഞത്. മരിച്ചവരുടെ ഇടയിൽ മരിച്ചവനെ പോലെ നീ ഉറങ്ങുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ സഭ ഉറങ്ങുകയാണ്, സഭ ഉറങ്ങുകയാണ്, സഭ ഉറക്കം നടിക്കുകയാണ്. ഉറങ്ങുന്ന സഭയെ ഉണർത്തുവാൻ പൗലോസ് ലേഖനം എഴുതുകയാണ്. എവിടെ കിടന്നാ ഉറങ്ങുന്നത്? മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങിപ്പോയി. ആരായി മരിച്ചവർ?
അവർ ആത്മീകമായി ദൈവത്തിൽ നിന്നും അകന്നുപോയവർ. വാക്യം വെച്ച് വിവരിപ്പാൻ സമയമെടുക്കുന്നില്ല. ഏദനിൽ മാതാപിതാക്കൾ മരിച്ചുപോയി. എങ്ങനെ? അവർ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നപ്പോൾ അപ്പൻ നിന്നും തന്റെ സ്വത്തുവക വാങ്ങിച്ചു പോയ മകൻ മടങ്ങി വരുമ്പോൾ അപ്പൻ ആ മകനെ നോക്കി പറയുന്നുണ്ട്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ. സ്തോത്രം. എന്നാൽ ഗലാത്യ സഭ, എഫെസോസിലെ സഭയോട് പറയുകയാ, ഇങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നീ മരിച്ചിട്ടില്ല. നിനക്കിപ്പോഴും മടങ്ങി വരുവാൻ കഴിയും. നിനക്കിപ്പോഴും തിരികെ വരുവാൻ കഴിയും. നീ പ്രാപിച്ച കൃപയിലേക്ക്, നീ പ്രാപിച്ച വെളിച്ചത്തിലേക്ക്, നീ പ്രാപിച്ച ആത്മീക സത്യങ്ങളിലേക്ക്, നീ പ്രാപിച്ചെടുത്ത ദൈവ കൃപാ വരങ്ങളിലേക്ക് നിനക്കിപ്പോഴും മടങ്ങി വരുവാൻ കഴിയും. നീ മരിച്ചിട്ടില്ല, പക്ഷേ നീ ഉറക്കം നടിക്കുകയാ. എന്തായി ഉറക്കം നടിക്കുക എന്ന് പറഞ്ഞാൽ? പൗലോസ് അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ ഉറക്കം നടിക്കുക. മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുകയാ. നമ്മൾ അവനൊരു പഴഞ്ചൊല്ല് പറയാറില്ല, ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവനെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഇത് എഫെസോസിലെ സഭ 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, നീ ഉറക്കം നടിക്കുകയാ. നീ മരിച്ചവരുടെ ഇടയിൽ ഉറക്കം നടിക്കുകയാ. അതുകൊണ്ട് ആ സഭയോട് പറഞ്ഞത്, നീ ഉണരണം, നീ ഉണർന്നേ മതിയാകൂ. നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കുവാൻ സമയമായി. നീ ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയാതെ, നീ ചെയ്യേണ്ടത് ചെയ്യുവാൻ മനസ്സില്ലാതെ, നിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സില്ലാതെ, നിന്നെ ഏൽപ്പിച്ച് ചെയ്യുവാൻ മനസ്സില്ലാതെ നീ ഉറങ്ങുകയാണ്, ഉറക്കം നടിക്കുകയാണ്. സ്തോത്രം. ഉറക്കം നടിക്കുന്ന സഭയെ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചുണർത്തുക. കമാൻ, ഉണരാൻ സമയമായി, ഉണരാൻ സമയമായി. നിന്റെ ഉറക്കം അവസാനിപ്പിക്കുക. കേരളത്തിലെ സഭയെ നോക്കി എൻ്റെ തമ്പുരാൻ അത് തന്നെയാ ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ പറയുന്നത്. നിന്റെ ഉറക്കം, നിന്റെ അഭിനയം, നിന്റെ നാട്യം അവസാനിപ്പിക്കണം. എന്താ റിവൈവൽ? റിവൈവൽ, ഒരു നവീകരണം, തിരിച്ചറിവുണ്ടാകണം, മടങ്ങി വരണം, പുനഃസ്ഥാപനം നടക്കണം. ഉറക്കം നടിക്കുന്ന സഭകളെ നോക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ നാളുകളിലെ നിന്റെ നാട്യം വിട്ട്, ഈ നാളുകളിലെ നിന്റെ അഭിനയം വിട്ട്. നിനക്ക് തോന്നുക നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ചെയ്യുന്നതല്ല, മുൻപേ പരാജയമായിക്കൊണ്ടിരിക്കുകയാ. എന്താ കാരണം? മരിച്ചവരുടെ ഇടയിൽ അവരെ പോലെ ഉറങ്ങുവാൻ നീ ആഗ്രഹിക്കുന്നത് കൊണ്ട്. എഫെസോസിലെ സഭയോട് പറയുകയാ, നീ ഉണരേണ്ട സമയമായിരിക്കുന്നു. എങ്ങനാ എഫെസോസിലെ സഭ ഉറങ്ങിയത്? വെളിപ്പാട് 2-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാട്ടെ. സഭയോട് പറയാം, എഫെസോസിലെ സഭയ്ക്ക് ദൂതൻ എഴുതുമ്പോൾ പറയുകയാ, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ എന്ത് ചെയ്തു? നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഇന്ന് രാത്രിയിൽ എഫെസോസ് സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാ, എന്താണ് നീ ഉറങ്ങാൻ കാരണം? എന്താണ് നീ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നത്? നിന്റെ ആദ്യ സ്നേഹം. ആമേൻ, സ്തോത്രം. ആദിമ കാലഘട്ടത്തിലെ ദൈവസഭയുടെ ആത്മീക പോരാട്ടത്തിന്റെ ചരിത്രം, ചുടുരക്തം കൊടുത്ത് സഭയ്ക്ക് വേണ്ടി നിന്ന ആ കാലഘട്ടത്തിലെ വിശുദ്ധന്മാരുടെ പ്രയത്ന ഫലം, വാളുകൾക്കും ആമേൻ റോമന്റെ കാരാഗ്രഹത്തിനും നീറോയുടെ മൃഗീയ പീഡനത്തിനും സഭയ്ക്കെതിരെ എഴുന്നേറ്റ ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങൾക്കും സഭയെ തളർത്താൻ കഴിഞ്ഞില്ല, സഭയെ ഉറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എഫെസോസിനെ സഭയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്താ ഇന്ന് നീ ഉറങ്ങിപ്പോയത്? എന്താ നീ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നത്? എന്താ നിന്റെ കണ്ണൊന്ന് തുറക്കാൻ നീ ഇഷ്ടപ്പെടാത്തത്? കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു.
കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ ആരാധിച്ചു വന്ന ദൈവത്തിന്റെ സഭ, ആദിമകാല സഭ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 21:15. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇതാണ് ആദിമസഭ. നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? അതിന് സഭയുടെ മറുപടി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ആദിമസഭ സ്നേഹത്തിൽ നിലനിന്ന സഭയാണ്. യേശുവിനോടുള്ള സ്നേഹത്തിൽ, പ്രമാണത്തോടുള്ള സ്നേഹത്തിൽ, ദൈവിക സ്നേഹത്തിൽ, കൂട്ടായ്മയുടെ സ്നേഹത്തിൽ, സഹോദര പ്രീതിയിൽ, പരസ്പരമുള്ള സ്നേഹബന്ധത്തിൽ നിലനിന്ന സഭ. അതുകൊണ്ട് ആ സഭ ആത്മാവിൽ ഉണർവ് പ്രാപിച്ച്, അത് റിവൈവൽ പ്രാപിച്ച് ആ കാലഘട്ടത്തിലെ സഭ നിലകൊണ്ടത്. പക്ഷെ ഇപ്പോൾ എഫെസോസിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുണ്ട്, ആ സ്നേഹം പത്രോസിൽ അവനുണ്ടായിരുന്ന സ്നേഹം, ആ കാലഘട്ടത്തിലെ സഭയിൽ ഉണ്ടായിരുന്ന സ്നേഹം, ആദിമ സ്നേഹം, ആദിയിൽ ഉണ്ടായിരുന്ന സ്നേഹം നിന്നിൽ ഇപ്പോൾ കാണുന്നില്ല എന്നൊരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറവാനുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയില്ലേ? പരസ്പരം ഒരു കൈ കൊടുക്കുവാൻ, പരസ്പരം മുഖം നോക്കി ആത്മാർത്ഥമായി ഒന്ന് ചിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ നാം എല്ലാം ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്കൊരു ആത്മസന്തോഷം പങ്കിടുവാൻ കഴിയുന്നില്ല. ഒരു കൂട്ടായ്മ ആത്മനിറവിൽ പങ്കിടാൻ കഴിയുന്നില്ല. നമുക്ക് സന്തോഷത്തോടെ ബ്രദറെ സ്തോത്രം എന്ന് പറഞ്ഞ ആ കൈ കൊടുക്കാൻ മനസ്സ് നമുക്ക് കഴിയുന്നില്ല. സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കർത്താവിൽ നിന്നും ഫലമേൽപ്പിക്കപ്പെട്ട ആ ദിവ്യ സ്നേഹം, അനന്തമായി നിലകൊള്ളുന്ന ദൈവത്തിന്റെ നിത്യ സ്നേഹം. ഈ യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞത് ദൈവം സ്നേഹം തന്നെ. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? നീ മനുഷ്യരുടെ ഭാഷയിലോ ദൂതന്മാരുടെ ഭാഷയിലും സംസാരിച്ചാലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ നീ ഏതുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് ഇന്നെല്ലാം ഉണ്ട്, സകല നന്മയുമുണ്ട്. നിനക്ക് മറ്റുള്ളവരെ പോലെ ധനമായി, മറ്റുള്ളവരെ പോലെ നിനക്ക് പ്രാപ്തിയായി, മറ്റുള്ളവരെ പോലെ നിനക്കെല്ലാമായി. പക്ഷേ നിന്റെ ആദ്യ സ്നേഹം നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് പറയും, അങ്ങനെ ഒരു കുറ്റം ഇന്ന് രാത്രിയിൽ നമ്മുടെ റിവൈവൽ എന്ന് പറയുന്നത് ഒരുമിച്ച് കൂടി കൈയടിച്ച് കുറെ പാട്ടുപാടി പിരിഞ്ഞു പോകുന്നതല്ല, നാം പുനഃസ്ഥാപിക്കപ്പെടുന്നതാകണം റിവൈവൽ. മനസ്സിലാകുന്നുണ്ടോ? എവിടെയാണ് നാം പരാജയപ്പെട്ടതെന്ന് കണ്ടെത്തി മടങ്ങി വരുന്നതാണ് യഥാർത്ഥ ആത്മീക ഉണർവ്. ഇവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന ഉണർവ് യോഗങ്ങൾ. എന്താ ഉണർവ്? നമ്മെ കറക്റ്റ് ചെയ്യുന്നതാണ് ഉണർവ്. നമ്മെ ശരിയായ രീതിയിൽ നിർത്തുന്നതാണ് ഉണർവ്. നമ്മളിൽ ഒരു മാറ്റം വരുന്നതാണ് ഉണർവ്. കർത്താവ് അതിന്റെ കാരണം കാണിച്ചു തരിക. നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. കുഞ്ഞെ, സഹോദര, സഹോദരി, സ്നേഹം നഷ്ടപ്പെട്ടാൽ പിന്നെ നീ മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നവനാണെന്ന് ഈ രാത്രി ഓർത്തോണം. സ്നേഹം നഷ്ടപ്പെട്ടാൽ ഒന്നുമില്ല. നാം മടങ്ങി വന്നേ മതിയാകൂ. നാം തിരിച്ചു വന്നേ മതിയാകൂ. ആദിമസഭയിലുണ്ടായിരുന്ന ആത്മീക സ്നേഹത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളും ഒരേപോലെ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുന്ന ഒരാത്മീക മനോഭാവം നമ്മുടെ അകത്ത് വരുവാൻ നാം തയ്യാറാകുന്നില്ല എങ്കിൽ, പൗലോസ് ശക്തമായ രീതിയിലാണ് അവരോട് പറഞ്ഞത്, കർത്താവ് നിങ്ങളുടെ മേൽ പ്രകാശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്താ ക്രിസ്തുവിന്റെ പ്രകാശം, അവന്റെ വരവ്, അവൻ സ്തോത്രം സംഭവിക്കുമ്പോൾ
ആ മഹാപ്രത്യാശയുടെ പൊൻകിരണത്തിന്റെ നാളിൽ നീ കാണപ്പെടണമെങ്കിൽ നീ ഉണർന്നേ മതിയാവൂ. എഫെസോസിലെ സഭയെ നോക്കിയ പൗലൂസ് എന്ന് പറഞ്ഞത്. നിങ്ങളെ ഓർക്കുമ്പോൾ അവൻ എനിക്ക് പ്രത്യാശയുണ്ട് എന്ന് പറഞ്ഞു വന്ന പൗലൂസ് പിന്നെ താഴോട്ട് എഴുതുമ്പോൾ നിങ്ങൾ വായിക്കണം, നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പറഞ്ഞ് പൗലൂസ് വിവരിക്കുകയാണ്. എന്നിട്ട് പൗലൂസ് എഴുതുക, അതുകൊണ്ട് കർത്താവിന്റെ വരവിന്റെ നാൾ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. യേശുവിന്റെ വരവ് സമീപമായിരിക്കുന്ന സഭയെ നോക്കി പറയുകയാ, എവിടെ വീണു പോയോ, എവിടെ പരാജയപ്പെട്ടു പോയോ അത് സമ്മതിച്ച് മടങ്ങി വരണം. കൂട്ടായ്മയുടെ കാര്യത്തിലാണെങ്കിൽ നാം മടങ്ങി വരണം. നാം മടങ്ങി വരുന്നതാണ് ഉണർവ്. സ്നേഹത്തിന്റെ കാര്യത്തിലാണ് വീണുപോയതെങ്കിൽ ആമേ സ്തോത്രം, സ്നേഹിക്കാൻ തുടങ്ങണം. ക്ഷമിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ ഈർഷ്യ വെച്ച് നാം അങ്ങനെ ആകരുത്. നാം കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധ സത്യത്തിന് വേണ്ടിയും ദൈവകൽപ്പനയ്ക്ക് വേണ്ടിയും ഈ ഭൂമിയിൽ അതിന്റെ അംബാസഡർ സ്ഥാനാപതികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. നമ്മിൽ നിന്ന് വേണം ഉണർവിന്റെ ഉറവ ഒഴുകുവാൻ. പക്ഷെ നാം എവിടെയാണ് നിൽക്കുന്നത്? നാം അതിന് ആൻസർ പറയേണ്ടി വരും. ഈ ചോദ്യത്തിനൊക്കെയും ഒരു ദിവസം നാം ആമേൻ കർത്താവിന് മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ ഉണരുവാൻ പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതുവാൻ കാരണം എന്തെന്നറിയാമോ? 5-ാം അധ്യായത്തിൻ്റെ എഫെസർക്ക് എഴുതിയ ലേഖനത്തിൽ 5:16 നോക്കിയ പൗലോസ് അവിടെ ഒരു ഭാഗം പറ, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇത് ദുഷ്കാലമാകയാൽ, പൗലോസ് പറയാ, കുഞ്ഞുങ്ങളെ ഇത് ദുഷ്കാലമാകയാൽ, കണ്ടോ, നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങൾ ഇനിയും മരിച്ചവരുടെ ഇടയിൽ കിടക്കരുത്. പൗലോസ് പറയാ, എന്താ അതിന്റെ കാരണം? ഇത് ദുഷ്കാലമാണ്. യോഹന്നാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയായതുകൊണ്ട് ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങൾ അറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദുരാഗ്രഹികളുമായി തീരുന്ന ഒരു കാലം, സഹോദര പ്രീതി നഷ്ടപ്പെട്ട് പരസ്പരം ഒറ്റുകൊടുക്കുന്ന ഒരു കാലം, കൂട്ടായ്മ കൂടുവാൻ കഴിയുന്നില്ല, ആരാധന കൂടുവാൻ കഴിയുന്നില്ല, ആദിമ സ്നേഹം പങ്കിടുവാൻ കഴിയുന്നില്ല. ആ കാലഘട്ടത്തിലെ ആരാധന ഒരു സ്വപ്ന കാഴ്ചയായി മാത്രം കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുന്നവരെ പോലെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ തിരിച്ചറിയണം, കാലഘട്ടത്തെ വിവേചിച്ച് സഭ ആത്മീകമായി ഉണരണം. അതാണ് റിവൈവൽ. നമ്മൾ ഉണരുന്നതാണ്, നമ്മൾക്ക് മാറ്റം വരുത്തുന്നതാണ്, നാം മനസ്സാന്തരപ്പെടുന്നതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയിൽ വരുന്നതാണ്, നമ്മുടെ യുവജനങ്ങൾ സഭയിൽ നിലനിൽക്കുന്നതാണ്, നിലനിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയിൽ ചേർത്തു നിർത്തുന്നതാണ് ഉണർവ്. നാം എവിടെയാണ് പരാജയപ്പെട്ടത്? നാം എവിടെയാണ് വീണുപോയത്? ഇന്ന് രാത്രി നാം പരിശോധിച്ച് ഇവിടെ വിട്ടു പോകാവൂ. കർത്താവ്, എവിടാണ് എനിക്ക് പാളിച്ച സംഭവിച്ചത്? അതിനെ ക്രമീകരിപ്പാൻ, അതിനെ ഏറ്റുപറവാൻ ഞാൻ ഈ രാത്രി ഒരുക്കമാണെന്ന് ആഗ്രഹിക്കുന്നവരെ അവർ ഉണർവിന്റെ അനുഭവത്തിലേക്ക് നടത്തുക തന്നെ ചെയ്യും. ആ ഉണർവിന് വേണ്ടിയാണ് ദൈവം വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയായിരിക്കുകയാൽ ഈ കാലഘട്ടം നോക്കണം, ഈ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ഞാനും ഞങ്ങളും ഉണരേണ്ട നാഴികയായിരിക്കുന്നു. നമുക്കറിയാം ഈ കാലഘട്ടം എങ്ങനെയുള്ള കാലഘട്ടമാണ്. സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ പിന്നീട് മടങ്ങി വരുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടൊരു ഭ്രാന്തനെ പോലെ കയറി വരുന്നൊരു കാലം. സ്വന്തം അപ്പനെയും അമ്മയെയും മൃഗീയമായി കൊന്നുകളയാൻ മടിയില്ലാത്ത +2ഉം +1ഉം 10ാം ക്ലാസ്സുകാരൻ്റെയും കാലം. അങ്ങനൊരു കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ നമുക്കൊരു മടങ്ങിവരവ്, ഒരു പുനഃസ്ഥാപനം, ഒരു റിവൈവൽ നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരമുണ്ടാകണം, നമ്മുടെ തലമുറയെക്കുറിച്ച് ഭാരമുണ്ടാകണം. നിന്റെ കുഞ്ഞുങ്ങൾ വഴിത്തലക്കൽ കിടക്കുന്ന അലരികൾ പോലെ കിടക്കുകയാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം ആ സഭയാകുന്ന സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ കിടക്കുന്നു? അവർ രാത്രികളിൽ തെരുവുകളിൽ കിടക്കുന്നു. അവരുടെ തല നിലത്ത് വീണ് കിടക്കുന്നു, നിലത്ത് മുട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നീ സിയോൻ പുത്രിയെ ഉണർന്ന് അവർക്ക് വേണ്ടി ജാഗരിപ്പിൻ.
കാലഘട്ടത്തെ വിവേചിച്ച് കാലഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കി നാം നമ്മെ ക്രമീകരിച്ചില്ല എങ്കിൽ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ആമേൻ, ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് സഭ ഈ നാളുകളിൽ ആത്മീകമായിട്ടൊന്ന് ഉണരേണ്ട, ക്രമീകരിക്കപ്പെടേണ്ട സമയമായിരിക്കുകയാണ്. വെളിപ്പാട് 3:11 ആമേൻ സ്തോത്രം വായിച്ച അടുത്ത സഭയുടെ ഭാഗത്ത് ഒരു കാര്യം കർത്താവ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നാം അവിടെ സൂക്ഷ്മതയുള്ളവരാകണം. എന്തിനെ കുറിച്ച്? ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ എന്ത് ചെയ്യണം? നഷ്ടപ്പെടും. നിന്റെ കിരീടം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് കവർന്നു കളവാൻ ഈ ലോകം തയ്യാറായി നിൽക്കുക. അതുകൊണ്ട് സഭയോട് പറയുകയാ, നിനക്ക് ലഭിച്ച കിരീടം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് ഇത് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് പറയുകയാ, നീ ഉറങ്ങിപ്പോകരുത്. നിന്റെ കിരീടം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന്. നിനക്ക് ലഭിച്ച കിരീടം നിന്റെ കൃപയാണ്. നിനക്ക് ലഭിച്ച കിരീടം നിന്റെ രക്ഷയാണ്. നിനക്ക് ലഭിച്ച കിരീടം നിന്റെ വീണ്ടെടുപ്പാണ്. കുഞ്ഞെ, ആ കിരീടം നഷ്ടപ്പെടാതിരിക്കാൻ നീ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് സഭയോട് വളരെ വ്യക്തമായി പറയുകയാണ്. 2025 കുറ്റപ്പുഴ സഭയുടെ റിവൈവൽ മീറ്റിംഗിൽ ഇവിടെ ഇരിക്കുന്നവരോട് പറയുക, നിന്റെ കിരീടത്തെ എടുത്തു കളയുന്നവൻ നിന്റെ പിന്നാലെയുണ്ട്. നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മൾ ഓക്കെ ആയിട്ടാണ് പോകുന്നതെന്നാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനൊന്നും അല്ല പാസ്റ്ററെ, ഞങ്ങൾ സെറ്റായിട്ടെല്ലാം പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണെന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് പറയാം, നിന്റെ കിരീടം ആരും എടുത്തു കളവാതിരിപ്പാൻ നീ അതിനെ എന്ത് ചെയ്യണം? പിടിച്ചു കൊള്ളണം. കേട്ടോ? അപ്പോൾ ഒരു ഭയങ്കര യുദ്ധം നടക്കും. നിന്റെ കിരീടം നിന്നിൽ നിന്നും എടുത്തു കളയാനായിട്ടുള്ള ഭീകരമായ പോരാട്ടമുണ്ട്. ഏത് വിധത്തിലും നിന്റെ കിരീടം, നിന്റെ വിജയത്തിൻ്റെ കിരീടം, നിന്റെ ദൈവകൃപ, നിന്റെ ആത്മീക നില തകർത്തു കളവാൻ അതിശക്തമായ പോരാട്ടമുണ്ടാകും. അത് നീ പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും ആ പോരാട്ടമുണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതെടുത്തു കളവാതിരിപ്പം നീ അതിനെ എന്ത് ചെയ്യണം? പിടിച്ചു കൊള്ളണം. പക്ഷെ ഒരു പ്രശ്നം ഞാൻ പറയാം, ഈ കിരീടം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളത് അറിയത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലാകുന്നുണ്ടോ? ഈ നമ്മൾ കൃപയിൽ നിൽക്കും, കൃപയിൽ നിന്നിട്ട് ശുശ്രൂഷിക്കും, കൃപയിൽ നിന്ന് ശുശ്രൂഷിക്കും. പക്ഷേ ഈ കൃപയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവൻ അവൻ സ്തോത്രം ഏതെങ്കിലും കാലഘട്ടത്തിൽ അവനിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയാൽ അവനത് അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴും അവൻ്റെ വിചാരം എന്നാണെന്നറിയാമോ? ഞാനിപ്പോഴും ആത്മാവ് വിട്ടുമാറിയാൽ നീ അറിയത്തില്ല. പക്ഷെ അവൻ്റെ വിചാരം അവൻ ഇപ്പോഴും കൃപയിലാണെന്നാ. നമ്മൾ കൃപയുണ്ടോ എന്ന് നോക്കുന്നത് ഈ ശബ്ദമൊക്കെ നോക്കിയിട്ട്. ഞാൻ ഈയിടെ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി, 3-4 ദിവസം അടുപ്പിച്ച് പ്രസംഗിച്ചപ്പോൾ എൻ്റെ ശബ്ദത്തിനൊരല്പം പ്രശ്നം വന്നപ്പം ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, വളരെ ശാന്തമായി നമുക്ക് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞപ്പം പിന്നിലിരുന്നോണ്ട് പറഞ്ഞു, കണ്ടോ പഴയ കൃപയൊക്കെ ഇപ്പം പിന്നിലിരുന്നോണ്ട് പുഴുകുത്തുക. പുള്ളിയുടെ പഴയ കൃപയൊക്കെ ഇപ്പം പണ്ട് എന്നെ അലർച്ചയായിരുന്നു, അങ്ങനെ അതിനെക്കുറിച്ച് അല്ലേ, പണ്ട് എന്നെ ബഹളമായിരുന്നു പുള്ളി. എനിക്ക് ബഹളം വെക്കാനും അലറാനും വെച്ചാൽ പ്രസംഗിക്കാനും പറയാം. പക്ഷേ ഇത് പള്ളിക്കകത്തായതുകൊണ്ട് മാത്രമാണ്. വെളിയിലാണെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഈ കൃപയിൽ നിൽക്കുന്നവൻ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ കിരീടം ആരെങ്കിലും നിന്നിൽ നിന്നും എടുത്തുകൊണ്ട് പോകും, നീ സൂക്ഷിച്ചോണം. നിന്റെ കിരീടം പിടിച്ചു മാറ്റാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. നിന്റെ കിരീടം നിന്റെ കൃപയിൽ നിന്ന് നിന്റെ പ്രാർത്ഥന മുടക്കാൻ, നിന്റെ ആരാധന മുടക്കാൻ, നിന്റെ ശുശ്രൂഷ മുടക്കാൻ, നിന്റെ ദൈവകൃപയിൽ അവൻ നിന്നെ തകർത്ത് കളവാൻ, നിന്റെ ആത്മീക മണ്ഡലത്തിൽ നിന്ന് നിന്നെ പരാജയപ്പെടുത്തുവാൻ ഒരുവൻ നിന്റെ പിന്നാലെയുണ്ട്. അവൻ നിന്റെ കിരീടം എടുത്തു കളയും. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്താട്ടെ, പെട്ടെന്ന് എടുത്താട്ടെ. 7-ാം അധ്യായം 19-ാം വാക്യം. ന്യായാധിപന്മാർ 7:19. വായിച്ചു. മധ്യയാമത്തിന്റെ ആരംഭത്തിൽ അവർ
ആ ഗിദെയോനും കൂടെയുള്ള 100 പേരും ആ പാളയത്തിന്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. മോനെ 16-ാം അധ്യായം വന്നേ. ന്യായാധിപന്മാർ 16:19. 16:19. നമുക്ക് വളരെ പരിചിതമായൊരു കഥാപാത്രത്തെ അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ ആളെ പിടികിട്ടി. ആ അവൾ അവനെ മടിയിലിറക്കി. അത് ശ്രദ്ധിച്ച് ഇറുക്ക് അങ്ങനെയാണോ? അയ്യോ 16:19 ഒന്നുകൂടെ വായിച്ചേ. വായിക്കും മോനെ, അത് തന്നെ. അവൾ അവനെ മടിയിലിറക്കി. അങ്ങനെയാണോ? ആ ഒരു ആളെ വിളിപ്പിച്ചു. ഞാൻ ഒന്നാമതേ കുഴഞ്ഞാ വന്നിരിക്കുന്നത്, കുഴപ്പിക്കല്ലേ. അവൾ അവനെ മടിയിൽ എന്ത് ചെയ്തു? ഉറക്കി. അടുത്തത് ഒരു ആളെ വിളിപ്പിച്ചു. തലയിലെ ജട 7 കളയിച്ചു. തലയിലെ 7 ജടയും വെട്ടി. അടുത്തത് അവൾ അവനെ ഒതുക്കി തുടങ്ങി. ജട വെട്ടിയപ്പം അവൻ എന്ത് ചെയ്തു? എൻ്റെ ഭാഷയിൽ പറയാം, ഈ ജട അങ്ങോട്ട് വെട്ടിക്കളഞ്ഞപ്പം അവൻ ഒതുങ്ങി. മനസ്സിലാകുന്നുണ്ടോ? ആരാ കഥാപാത്രം? ശിംശോൻ. വേദപുസ്തകത്തിലെ ഏറ്റവും ദൃഢദാത്തനായ, കരുത്തനായ, പ്രഗത്ഭനായ ദൈവകൃപ അതിന്റെ അങ്ങേയറ്റം അനുഭവിച്ച ശക്തി അവന് മേൽ കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം അവനെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ശിംശോനെ ദൈവസഭയോടൊന്ന് ഉപമിക്കും. ഈ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ സഭയെ നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാം. അവന്റെ പേരാണ് ശിംശോൻ. ശിംശോന്റെ അപ്പനും അമ്മയോടും പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടുണ്ടായി. ദൂതൻ വന്ന് ശിംശോന്റെ അമ്മയോടും അപ്പനോടും പറഞ്ഞു, സ്തോത്രം, അവൾ ഗർഭം ധരിക്കുന്ന അന്ന് മുതൽ അവൾ വീഞ്ഞു കുടിക്കാൻ പാടില്ല. അതെന്താ? ഇസ്രായേലിലെ രക്ഷകനായി വരേണ്ടവൻ അവരുടെ ഉദരത്തിലുണ്ട്. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിക്കേണ്ടവൻ. അതുകൊണ്ട് ഇന്ന് മുതൽ നീ മദ്യം ഉപയോഗിക്കാൻ പാടില്ല. നീ വേർപാട് അനുഷ്ഠിക്കണം. നിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് നിസ്സാരക്കാരനല്ല, അവൻ തന്റെ ജനത്തെ രക്ഷിപ്പാനുള്ളവനാ. കണ്ടോ? അങ്ങനെ വേർപാടനുസരിച്ച് ഈ സ്ത്രീ ഗർഭം ധരിച്ച് തന്റെ മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ, കാരിരുമ്പിന്റെ ബലമുള്ളവനെന്ന് അർത്ഥം വരുന്ന പേര് നൽകി. സേവിക്കാൻ പാടില്ല, വീഞ്ഞു കുടിക്കരുത്, സ്തോത്രം പ്രമാണം വിട്ട് നടക്കരുത്, വ്യവസ്ഥയിൽ നിലനിന്നോണം. നിന്റെ സ്തോത്രം മുടിനി കത്രിക കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? നാസരി വ്രതം അനുഷ്ഠിക്കണം. എങ്ങനെങ്കിലും ഒക്കെ പോകാമെന്നല്ല ദൈവസഭയെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. സഭ നിൽക്കേണ്ടതിനും സഭ നടക്കേണ്ടതിനും സഭ കാത്തു പരിപാലിക്കേണ്ടതിനും ദൈവത്തിന്റെ പ്രമാണത്തെ സഭയ്ക്ക് നൽകി. നിങ്ങൾ പ്രമാണമുള്ളവരായിരിക്കണം, നിങ്ങൾ വ്യവസ്ഥയുള്ളവരായിരിക്കണം. അതിലെ എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, അവൻ ആലയത്തിൽ നടക്കേണ്ട കാര്യങ്ങളുടെ ചട്ടവും നിയമവും ആവിത്. കൂടാരത്തിൽ നടക്കേണ്ടതിന്, കൂടാരത്തിൽ ശുശ്രൂഷ നടത്തേണ്ടതിന് ചട്ടമുണ്ട്, നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. ശിംശോന് ദൈവം വ്യവസ്ഥ കൊടുത്തു. നീ എങ്ങനെങ്കിലും ജീവിക്കാൻ തോന്നിയ പോലെ നടക്കാമെന്ന് കരുതരുത്. നീ വേർപെട്ടവനാണ്, നീ വിശുദ്ധി സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമായി നിന്റെ ജഡമുറിപ്പാൻ പാടില്ല. അങ്ങനെ ആത്മശക്തിയോടെ വളർന്നു വന്ന ശിംശോനെ തകർക്കാൻ പല പദ്ധതികളും ആവിഷ്കരിച്ചു. ഒരിക്കൽ ഈ ശിംശോനെ പിടിച്ചു കെട്ടി, സ്തോത്രം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോകുകയാണ്. കയറുകൊണ്ട് വലിച്ചു മുറുക്കി കെട്ടി അവനെ അവിടെ നിർത്തി. പക്ഷെ അവൻ നിരാശപ്പെട്ടു പോയില്ല, അവൻ തകർന്നു പോയില്ല. അവൻ ദൈവത്തിലേക്ക് നോക്കി. തന്നിലുള്ള ശക്തിയുടെ ആഴമറിഞ്ഞ ശിംശോൻ കയറ് വലിച്ചു പൊട്ടിച്ച് അവനെ അടച്ചു